പറഞ്ഞു പറഞ്ഞ കല്യാണ തലേന്നുമായി എത്ര വേഗമല്ലേ. അപ്പോൾ അന്യൂസ് കിച്ചൺ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ കല്യാണ വീട് കാണിച്ചു തരാം. അതായത് എൻ്റെ വീട്. അപ്പോൾ ഇതാണ് കേട്ടോ കല്യാണ വീട്. എല്ലാ ഒരുക്കങ്ങളും കംപ്ലീറ്റ് ആയി കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ നാളെയാണ് കല്യാണം. നമുക്കിവിടെ ഇന്നൊരു ചടങ്ങുണ്ട്. എന്താണെന്നറിയോ? നാളെ പെണ്ണ്, അതായത് കല്യാണ പെണ്ണ് ഇടുന്ന ഡ്രസ്സ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ കൊണ്ടുപോവുക. അത് നമ്മളൊരു കസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ വീഡിയോസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോയിൽ പകുതിയും നമ്മളെ വീഡിയോഗ്രാഫറായിട്ടോ എനിക്ക് എടുത്തു തന്നത്. അതായത് നമ്മൾ വെഡ്ഡിങ് വീഡിയോ ഏൽപ്പിച്ച വീഡിയോഗ്രാഫർ അഭിജിത്ത് പോന്നത്ത്. അതുകൊണ്ടൊരു സ്പെഷ്യൽ താങ്ക്സ് അഭിജിത്ത് പോന്നത്തിന് ഈ ഒരു വേളയിൽ ഞാൻ പറയുകയാണ്. ഈ ഒരു വേളയിൽ നിന്നാണോ പറയുക? ഇതിൻ്റെ നടുക്ക് ഞാൻ പറയണേ. ഇതാണ് കേട്ടോ കക്ഷി. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഫോണിലെടുത്ത കുറച്ച് ക്ലിപ്പിങ്സും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഷോർട്ട് വെഡ്ഡിങ് ഈവനിങ് വീഡിയോ ആണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ ഇവിടുന്ന് ചെക്കൻ്റെ പെങ്ങന്മാരെല്ലാവരും കൂടിയിട്ട് ചെക്കൻ്റെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും ഡ്രസ്സും കൊണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ പെണ്ണ് നാളെ ഉടുക്കാൻ പോകുന്ന കല്യാണപ്പുടവ. അതായത് മന്ത്രകോടിയെന്നും കല്യാണപ്പട്ടെന്നും പുതിയ പെണ്ണിൻ്റെ സാരി എന്നൊക്കെ പറയുന്ന കല്യാണ സാരിയാണിത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റെഡ് കളറാണ് കേട്ടോ നമ്മളെ പുതിയണ്ണിൻ്റെ സാരി. നിങ്ങൾ എൻ്റെ സാരി ഷോപ്പിംഗ് വീഡിയോയിൽ ഈ സാരി കണ്ടിട്ടുണ്ടാവും. ഏത് സാരിയാണെന്ന് ഞാൻ ഫൈനലാക്കി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം മനസ്സിലായില്ലേ ഏതാ പുതിയണ്ണിനെടുത്ത സാരി എന്നുള്ള? അപ്പോൾ അടിപൊളി നല്ല കാഞ്ചീപുരം പട്ട് സാരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മളെല്ലാവരും കൂടി, അതായത് ചെക്കൻ്റെ പെങ്ങന്മാരെല്ലാവരും കൂടി വീഡിയോക്കൊക്കെ പോസ് ചെയ്ത് കല്യാണ സാരി എങ്ങനെയുണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ഇനി ഇത് പെട്ടിയിലേക്ക് മടക്കി വെക്കണം. അതിൻ്റെ കൂടെ തന്നെ പെണ്ണിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും നമ്മൾ, അതായത് അന്നത്തെ ദിവസം യൂസ് ചെയ്യേണ്ട സാധനങ്ങളും നമ്മൾ ഈ പെട്ടിയിൽ ഈ സാരീൻ്റെ കൂടെ തന്നെ വെക്കും കേട്ടോ. അതായത് മേക്കപ്പിൻ്റെ ഐറ്റംസ്, ചപ്പൽ, ഇന്നേഴ്സ്, അതൊക്കെ അതായത് കല്യാണ ദിവസം പെണ്ണിടുന്ന ഡ്രസ്സ് എല്ലാം ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കും. അത് നമ്മളെ ഒരു എന്താ പറയുക നാട്ടിലെ സമ്പ്രദായം എങ്ങനെ എന്താ പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. നമ്മളൊരു സിസ്റ്റം അങ്ങനെയാണ്. ഇത് എല്ലാവരുടെയും ഇങ്ങനെയല്ല കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. അപ്പം ഞാനും എൻ്റെ കസിനും കൂടി, എൻ്റെ ഐഷുവും കൂടിയാണ്, ഐഷു എന്നാണ് കേട്ടോ പേര് എൻ്റെ കസിൻ്റെ, ഐഷുവും കൂടിയാണ് പെട്ടിയിലേക്ക് സാധനമൊക്കെ എടുത്തു വെച്ചു. സാരി, ചപ്പൽ, അങ്ങനത്തെ അത്യാവശ്യം വേണ്ടുന്നൊക്കെ സാധനങ്ങൾ. മേക്കപ്പിൻ്റെ സാധനങ്ങളൊന്നും എടുത്തു വെച്ചില്ല, കാരണം നമ്മൾ ഓൾറെഡി മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മേക്കപ്പിൻ്റെ സാധനങ്ങളൊന്നുമില്ല. ബട്ട് അന്ന് യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ് പെട്ടിയിലെടുത്ത് വെച്ചത്. ഇനി ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പെട്ടി നമ്മൾ പൂജാമുറിയിൽ കൊണ്ടുവച്ച് വിളക്കിൻ്റെ മുമ്പിൽ നിന്ന്, അതായത് ചെക്കൻ്റെ അമ്മ ഇത് വിളക്ക് കത്തിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് അരി നിരിച്ചിട്ട് പെങ്ങളെ കയ്യിലേക്കാണ് പെട്ടി തരിക. അപ്പോൾ ഞാനാണ് ഇന്നത്തെ പെങ്ങൾ, അതായത് ചെക്കൻ്റെ സിസ്റ്റർ. അപ്പോൾ പെങ്ങളെ കയ്യിലേക്ക് പെട്ടി തന്നതിനാൽ തിരിഞ്ഞു നോക്കാതെ എല്ലാവരും, അതായത് ആരൊക്കെയാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ അവരെല്ലാവരും കൂടി കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ എടുത്ത് പെട്ടീൻ്റെ കൂടെ തിരിഞ്ഞു നോക്കാതെ നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പെണ്ണിൻ്റെ വീട്ടിലേക്ക്. പെണ്ണിൻ്റെ വീട്ടിലുള്ള ക്ലിപ്പിങ്സ് ഒന്നും എനിക്ക് വെളിങ്ങനെ എടുക്കാൻ പറ്റിയില്ല. എന്നാലും എൻ്റെ കയ്യിലുള്ള ഒരു ക്ലിപ്പിങ്ങും കുറച്ച് ഫോട്ടോസ്, അതായത് പെണ്ണിന് പെട്ടി കൊടുക്കുന്ന ഫോട്ടോസും ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ചെക്കന് കാര്യമായിട്ട് റോളൊന്നും ഇല്ല കേട്ടോ. വെറുതെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാം. അങ്ങനെ ഗംഭീരമായൊരു ഫോട്ടോ സെക്ഷന് ശേഷം നമ്മളിത് ഇറങ്ങുകയാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക്. അപ്പം നമ്മൾ ആരൊക്കെയാണ് പോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ചെക്കൻ്റെ പെങ്ങന്മാരും ഏട്ടത്തിയമ്മയും ഏട്ടനും ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാനും എൻ്റെ ഹസ്ബൻഡും 2 മക്കളും പിന്നെ നമ്മളെ എല്ലാ കസിൻസും, അതായത് ചെക്കൻ്റെ പെങ്ങന്മാരായിട്ടുള്ള കസിൻസും ഏട്ടൻ്റെ വൈഫും ഒക്കെയാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. നമ്മൾ പോയതിന് ശേഷമുള്ള ക്ലിപ്പിങ്സ് അതിൻ്റെ നടുക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലെത്തിയതിലുള്ള ഞാൻ എടുത്തൊരു ചെറിയ ക്ലിപ്പിംഗ് ആണ്. അതിൻ്റെ കൂടെ തന്നെ പെണ്ണിന് ഞാൻ ഡ്രസ്സ് കൊടുക്കുന്നതിൻ്റെ ഫോട്ടോസാണ് നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഫോട്ടോസിലാണ് ഉള്ളത്, എൻ്റെ കയ്യിൽ വീഡിയോസ് ഒന്നുമില്ല പെണ്ണിന് ഡ്രസ്സ് കൊടുക്കുന്നതിൻ്റെ. അതിന് ശേഷം നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒരു നല്ല ഗംഭീരമായൊരു ഫോട്ടോഷൂട്ടും നടത്തി, കാരണം ഫാമിലി ഫോട്ടോസ്. അങ്ങനെ നമ്മളെ പുതുമണവാളുടെ ലുക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? കൊള്ളാമോ? അത് കമന്റിൽ പറയാൻ മറന്നു പറഞ്ഞേട്ടെ. സിമ്പിൾ ആൻഡ് ക്യൂട്ട് അല്ലേ? അങ്ങനെ നമ്മൾ തിരിച്ച് വരുമ്പോഴേക്ക് ഏകദേശം ഗസ്റ്റൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് ഗസ്റ്റ് മാത്രമേ തലേന്നുണ്ടായിരുന്നുള്ളൂ. ക്ലോസ് റിലേറ്റീവ്സും പിന്നെ നെയ്ബേഴ്സും മാത്രം. അത് തന്നെ മഴയായതുകൊണ്ട് വളരെ കുറവായിരുന്നു ആൾക്കാരുണ്ടായത്. പക്ഷെ നമ്മൾ വരുമ്പോഴേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും പോയി, ഫാമിലി മാത്രമായി കഴിഞ്ഞിരുന്നു. ഇനിയാണ് നല്ലൊരു അടിപൊളി സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാരണം എല്ലാവരും പോയതിന് ശേഷം നമ്മൾ പിന്നെയും എന്താ പറയുക ഫുഡടിയും അതിൻ്റെ കൂടെ തന്നെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ നടുക്ക് ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയൊരു റെഡ് ഗൗണാണ്. നിങ്ങൾക്കൊരു ഫുൾ ലുക്ക് തരണം എന്ന് ഞാൻ വിചാരിച്ചിന്. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ നടുക്ക് ആ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടു ഞാൻ വാങ്ങിയൊരു റെഡ് ഗൗണാണത്. ഇവൻ്റെ കല്യാണത്തിന് തലേന്നിടണോ റിസപ്ഷൻ ഇടണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞാൻ തലേന്ന് ഫൈനലി ഇട്ടത്. കാരണം ഇതൊരു വെസ്റ്റേൺ ഗൗൺ ആയതുകൊണ്ട് റിസപ്ഷൻ ഇടാമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായത്. പിന്നെ നമ്മളെല്ലാവരും റിസപ്ഷൻ ഇന്ത്യൻ വെയറിലേക്കായിരുന്നു സ്വിച്ച് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് തലേന്ന് ഇട്ടത്. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഡാൻസിൻ്റെയും പാട്ടിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ചെറിയ ക്ലിപ്പിങ്സും ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചില ക്ലിപ്പിങ്സ് ഭയങ്കര ഡാർക്കായി പോയിട്ടുണ്ട്. കാരണം നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കുറച്ച് ഡാൻസൊക്കെ എടുത്തതിൻ്റെയൊക്കെ ക്ലിപ്പിങ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ കുറച്ച് ഡാർക്കായിട്ട് കളറ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാകും. കാരണം ഇതിൻ്റെ അത് പകുതി വീഡിയോ ക്യാമറയിൽ എടുത്തതും പകുതി വീഡിയോ എൻ്റെ ഐഫോണിൽ എടുത്തതുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വിച്ചിങ് ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും പോയതിന് ശേഷം ഞാൻ ഈ പാട്ടൊക്കെ മ്യൂട്ട് ഇട്ടു കേട്ടോ. കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഡാൻസും പാട്ടും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കസിൻസ് എല്ലാവരും കൂടി അതിഗംഭീരമായ ഡാൻസും പാട്ടും മ്യൂസിക്കും ഒന്നും പറയണ്ട, ഗെയിംസും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച ഒരു ഈവനിങ് തന്നെയായിരുന്നു കേട്ടോ. പാട്ടും മ്യൂസിക്കും ആഡ് ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ അടിച്ച് പൊളിച്ചൊരു ഡാൻസിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചെക്കൻ്റെ അമ്മേൻ്റെ എൻട്രിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പുതുമണവാളൻ്റെ അമ്മയാണ് ഇനി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഏറ്റവും സമപ്രായക്കാരാണ് ഇപ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസെല്ലാം അപ്ഡേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. ഇനി അടുത്ത വീഡിയോ ഏതാണെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, കല്യാണ വീഡിയോ ആണ് നെക്സ്റ്റ് വരാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീർച്ചയായും വെയിറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് എൻ്റെ കല്യാണ വീഡിയോ കാണണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മളെ കല്യാണ വീഡിയോ എന്നല്ല എല്ലാ വീഡിയോസും അപ്ഡേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ വീഡിയോൻ്റെ സീൻസൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഈവനിങ് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വെഡ്ഡിങ് ഈവനിങ് വീഡിയോ ഇവിടെ തീരെയാണ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ വീണ്ടും നമ്മൾ കല്യാണ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു സൂൺ. मैं तो तेरे नाल ही रहना जी, हर गम संग तेरे सहना जी, जो जग